ഹായ് ഒരുവൺ എവർഗൺ ട്രാപ്പ് മല്ലുവിന്റെ ഒരു ലൈവ് ട്രാപ്പ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ എന്റെ ലൈവ് ഒരു പുട്ട് ഓപ്ഷനിൽ ട്രേഡ് നടക്കുകയാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി എന്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്റെ മെമ്പേഴ്സിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് ഒരു ഷാർപ്പ് സെല്ല് വരാൻ സാധ്യത. അതിനനുസരിച്ച് എക്സാക്ട്ലി ഈ ഏരിയയിൽ നിന്ന് ഞാൻ ഷോർട്ട് ചെയ്തിരുന്നു. എന്റെ പൊസിഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മിനിറ്റ്. ഓക്കെ, നോക്കുക. ആദ്യത്തെ എൻട്രി 52,400. ഓക്കെ, അത് ഏകദേശം 15,900 എക്സിറ്റ് ചെയ്യാൻ പറ്റി. നീല് 30,000 രൂപ പ്രോഫിറ്റ് പോയതായിരുന്നു. ഞാൻ അതിനുശേഷം ഇത് 15,000 എക്സിറ്റ് ചെയ്തു. ഇപ്പൊ രണ്ടാമത്തെ എൻട്രി. ഓക്കെ, അതിപ്പോ നീല് 7,000 സംതിങ് പ്രോഫിറ്റ് നടക്കുകയാണ്. ഓക്കെ, ഈ ഒരു എൻട്രി പിന്നെ റീസൺ ഞാൻ ക്ലിയർ ആയിട്ട് മെമ്പേഴ്സിന്റെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇവിടുന്ന് ഒരു സെല്ലിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിനുശേഷം പിന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. ഈ ഏരിയ തന്നെ മുകളിലോട്ട് പോയി. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഓക്കെ, ട്രെൻഡ് ലൈൻ ഇത് ബ്രേക്ക് ചെയ്ത് കുറച്ചു നേരം ഒന്ന് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം മുകളിലോട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ഈ ഏരിയയിൽ നിന്ന് അത് റിവേഴ്സ് ചെയ്യുന്നത് പോലെ തോന്നി. ഞാൻ ഉടനെ തന്നെ എൻട്രി എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഉടനെ തന്നെ എൻട്രി ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു എൻട്രി ഞാൻ ഇനി ലോസിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. സോ ആ എൻട്രിനെ ഞാൻ ഒന്ന് സേഫ് ചെയ്യട്ടെ. ഫസ്റ്റ് ഏകദേശം നിയർലി 7,300 പോയിന്റ് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ആവറേജ് ചെയ്ത് 536. അപ്പൊ നമുക്കത് എക്സിറ്റ് ചെയ്യാം. 539 സ്റ്റോപ്പ് ലോസ് ഔട്ട് ഇടാം. ഓക്കെ, 539 ട്രിഗർ പ്രൈസ് 538. അപ്പൊ ഇത് നമുക്കിനി ഒന്നും, അതായത് നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകത്തില്ല. ഓക്കെ, ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇനി എത്ര നമ്മുടെ ഫേവറിൽ വരുന്നു, എത്ര ഫേവറിൽ വരുന്നു അത്രയും നമ്മൾ ക്യാച്ച് ചെയ്യും. എന്റെ ടാർഗറ്റ് വലുതാണ്. ഓക്കെ, ഇത് വലിയൊരു ടാർഗറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഫസ്റ്റ് മൂവ് നിയർലി 300 പോയിന്റിന് അടുത്ത് വന്നെങ്കിലും എനിക്ക് അത്ര ഫുള്ള് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഏകദേശം 200 പോയിന്റ് ഞാൻ എക്സിറ്റ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ ഞാൻ എക്സിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം മാർക്കറ്റ് എക്സാക്ട് രണ്ടാമത്തെ എൻട്രിയും വരുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ എൻട്രി ഞാൻ ഒരല്പം ഇത് വരികയാണ് നല്ല സ്പീഡിൽ വരണം. ഓക്കെ, ഈ സെല്ലിങ് വരികയാണ് നല്ല സ്പീഡിൽ കണ്ടിന്യൂ താഴത്ത് വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ടൈം പാസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഞാൻ അധികം നേരം നിൽക്കില്ല. പക്ഷെ മാർക്കറ്റ് ഇത് ആക്ച്വലി ഇവിടുന്ന് നല്ലൊരു സെല്ലിങ് ഈ ഏരിയയിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. കണ്ടിന്യൂ ഈ ഏരിയ വരെയൊക്കെ പോകേണ്ടത്. ഒരു 1,000-1,500 പോയിന്റിന്റെ സെല്ലിങ് ഇത് ഇവിടുന്ന് കണ്ടിന്യൂ ഉണ്ടാകണം. അപ്പൊ ഇവിടുന്ന് ഉണ്ടാകേണ്ട വളരെയധികം ഒരു അനിവാര്യമാണ്. അത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെല്ലിംഗ് സീക്രട്ട് ആണ്. ഓക്കെ, അപ്പൊ ഈ സെല്ലിംഗ് സീക്രട്ട് മനസ്സിലാക്കാനായിട്ട് മെമ്പർഷിപ്പ് എടുക്കുക. അതിനകത്ത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ പൊസിഷൻ കാണിച്ചു. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മാക്സിമം ഞാൻ ഇത് റൈഡ് ചെയ്യാൻ ശ്രമിക്കും. നിയർലി അറ്റ്ലീസ്റ്റ് ഒരു 700-800 പോയിന്റെങ്കിലൊക്കെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്കൊരു നല്ലൊരു റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇനിയെ നമുക്ക് പൊസിഷൻ നോട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നിയർലി 10,000 അതിന്റെ പ്രോഫിറ്റ് ആയി 26,000. അപ്പൊ ഇന്നത്തെ തന്നെ പ്രോഫിറ്റ് നമുക്ക് ആയിട്ടുണ്ട്. നോക്കാം ഇനി എന്താണ് സംഭവിക്കുന്നത്. മാർക്കറ്റിന് ഒന്നും പറയാൻ പറ്റത്തില്ല. മാർക്കറ്റിന് തിരിച്ച് ഇവിടുന്ന് ഇഷ്ടമല്ല. തിരിച്ച് മാർക്കറ്റ് മേലോട്ട് പോകണേ മുകളിലോട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്റെ കോസ്റ്റ് ഞാൻ എൻട്രി ഇട്ട് വെച്ചിരിക്കുന്നത്. കോസ്റ്റ് ഞാൻ എൻട്രി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് എന്റെ കോസ്റ്റിലെത്തി ഞാൻ എന്നെ എക്സിറ്റ് ആയി പോവുകയും ചെയ്യും. മാർക്കറ്റിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെ നടക്കണം എന്നില്ല. നമ്മൾ ജസ്റ്റ് മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കി എൻട്രി എടുത്തു, അത്രയേ ഉള്ളൂ. കോസ്റ്റ് എനിക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ഏരിയയിൽ. ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇതിനകത്ത് നിന്ന് 1 രൂപ പോലും ഞാൻ കൊടുക്കില്ല. ബ്രോക്കറേജ് കൊടുക്കാനുള്ളത് ഞാൻ എടുത്തിരിക്കും. ഓക്കെ, മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു. നിയർലി എനിക്ക് ഒരു 80 പോയിന്റിനോളം പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ അത് ഞാൻ നല്ലൊരു ഫോൾ ചെയ്യാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ അതിനെങ്ങോട്ട് വിടുകയാണ് ചെയ്തത്. ബിക്കോസ് നല്ലൊരു ഫോൾ വരാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ വന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റിൽ എന്തും സംഭവിക്കാം. ഒരു കാര്യത്തിൽ തന്നെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇന്നേ സംഭവിക്കുള്ളൂ, അതിൽ തന്നെ പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, 1000 പോയിന്റ് വരും, 2000 എപ്പോൾ വേണേലും വരാം. സെല്ലിംഗ് എന്ന് പറയുന്ന സാധനം അത് സഡൻ ആണ്, ക്യുക്കായിട്ടാണ് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ക്യുക്കായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ മനസ്സിലാക്കുക, അവിടെ മാർക്കറ്റിനെ റെസ്പെക്ട് ചെയ്യുക, ഒഴിവാക്കുക. പിന്നെ ഓവർ ട്രേഡിങ് ചെയ്യാതിരിക്കാം. ഞാൻ ഇന്ന് രണ്ട് എൻട്രി. ഓക്കെ, 52,400 തന്നെ PE. അതൊന്ന് MISൽ ഒന്ന് ഇതിലുമാണ് ഞാൻ നോർമലിലാണ് എടുത്തത്. ഇതിൽ 16,000 രൂപയുടെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ഒരു ഓപ്ഷൻ ബയർ എന്ന നിലയിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ എനിക്ക് ഇത്രയും പ്രോഫിറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റിയതിന് വളരെ
നല്ലൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഈ ഈ ഒരു സ്ട്രാറ്റജിക്ക് സെല്ലിങ്ങിന്റെ ഇതേപോലെ ഒരു സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് അതിന് വലിയ ലോജിക് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ മെമ്പേഴ്സ് യൂട്യൂബ് മെമ്പേഴ്സിനെ യൂട്യൂബ് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡെയിലി ബേസിൽ വീക്ക്ലി ബേസിൽ 2-3 വീഡിയോ ആയിട്ട് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ യൂട്യൂബ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ബട്ടണിൽ പോവുക, ചെറിയൊരു പേയ്മെന്റ് നടത്തി അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, നല്ലൊരു സെല്ലിങ്ങിന്റെ ഒരു സിനാരി ഇപ്പൊ കാണിക്കുന്നുണ്ട്. ബട്ട് എന്തും ആയിക്കോട്ടെ, ഞാൻ ഇനി ഒന്നും ഞാൻ നിൽക്കുന്നില്ല. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചൊരു സെല്ലിങ് വന്നില്ല, റീടെസ്റ്റ് ചെയ്തു മൾട്ടിപ്പിൾ. ഇവിടുന്ന് ഞാൻ സെല്ലിങ് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ മാർക്കറ്റാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന അനുസരിച്ച് മാർക്കറ്റ് വരണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുകാരെ ഏവർക്കും നന്ദി, നമസ്കാരം.